ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈസ്റ്റർ കഴിഞ്ഞ് പുതുഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. പുതുഞായറിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് ഞാൻ നേരുകയാണ്. കർത്താവിൻ്റെ സമൃദ്ധമായ കൃപ നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ഞായറാഴ്ച ധ്യാനത്തിനായി സഭ നൽകുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ വചനഭാഗത്ത് കർത്താവിൻ്റെ 2 പ്രത്യക്ഷപ്പെടലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ 2 പ്രത്യക്ഷപ്പെടലുകളിലും കർത്താവ് ഒരേ ആശംസ തന്നെ നേരുന്നുണ്ട്. അത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ആദ്യത്തെ പ്രത്യക്ഷപ്പെടലിനോടുകൂടി 2 പ്രാവശ്യം നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ പ്രത്യക്ഷപ്പെടലിൽ അത് വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷമാണ്. അവിടെയും നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം കർത്താവ് തൻ്റെ മരണത്തിന് ശേഷം ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് സമാധാനം എന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം? സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈശോയുടെ മരണത്തോടുകൂടി ശിഷ്യന്മാർക്ക് അതുവരെ ഉണ്ടായിരുന്ന സമാധാനമെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ്. സമാധാനമാകുന്ന മിശിഹായുടെ സാന്നിധ്യം അവർക്ക് അന്യമായി പോയി എന്നൊരു തോന്നൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതവരുടെ സമാധാനക്കേടിന് കാരണമായി തീർന്നിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അവരുടെ നഷ്ടപ്പെട്ട സമാധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടാതെ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈശോയോട് കൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനത്തിൻ്റെ നിറവിൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം ഫലസമൃദ്ധമാണ്. എന്നാൽ ഈശോയെ കൂടാതെയുള്ള അധ്വാനങ്ങളൊക്കെ സമാധാനമില്ലാതെ അധ്വാനിക്കുന്നത് കൊണ്ട് അതൊക്കെ നിഷ്ഫലമായി പോവുകയാണ്. ഈ വാക്യം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനഭാഗം സൂചിപ്പിക്കുന്നത്, ഈശോയെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈശോ ആവർത്തിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനമാകുന്ന ഞാൻ ഇതാ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് കർത്താവ് പ്രഖ്യാപിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറില്ലേ? കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സമാധാനക്കേടുണ്ടാവുകയാണ്. മാതാപിതാക്കൾ മക്കൾ ബന്ധത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ സമാധാനക്കേടുണ്ടാവുകയാണ്. പരസ്പരം ആദരിക്കുവാനും അംഗീകരിക്കുവാനും തയ്യാറാകാതെ കുടുംബ ബന്ധങ്ങൾ ഉലയുമ്പോൾ, വേർപെടുമ്പോൾ സമാധാനക്കേടുണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, അപ്രകാരം കുടുംബ ബന്ധങ്ങളിലൊക്കെ സമാധാനക്കേടുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം കർത്താവ് നമ്മളിൽ നിന്നും അന്യമാകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ നമ്മൾ കർത്താവിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടോ ആണ്. അതുകൊണ്ട് ആ സമാധാനം, നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുക്കുവാൻ കർത്താവ് ഒരുക്കുന്ന അവസരമാണ് പ്രത്യക്ഷപ്പെടൽ എന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ട സമാധാനം വീണ്ടുകൊടുക്കുവാൻ കർത്താവ് വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ആ സമാധാനത്തിൻ്റെ അവസ്ഥ സംജാതമാകുവാൻ വേണ്ട വലിയ അനുഭവങ്ങൾ കൊടുക്കുകയാണ്. ഈ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, അവര് ഈശോയുടെ സാന്നിധ്യം കണ്ടുമ്പോൾ സന്തോഷിക്കുകയാണ്. നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷവും അവർക്ക് വീണ്ടും കിട്ടുകയാണ് ഈശോയുടെ പ്രത്യക്ഷപ്പെടലോടുകൂടി.
കർത്താവിനെ അവർ തിരിച്ചറിയുകയാണ്. ഈ തിരിച്ചറിവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് കർത്താവ് അവരോട് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടും ഇരിക്കും എന്ന് പറഞ്ഞാൽ, പാപമോചനത്തിനുള്ള അധികാരം നൽകി കുമ്പസാരമെന്ന കുദാശ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് പരിശുദ്ധാത്മാവിനെ കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് സമാധാനം കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ നൽകി പാപമോചന അധികാരം നൽകി കർത്താവ് അവരെ തൻ്റെ ദൗത്യം ഫലമേൽപ്പിക്കുകയാണ്. താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ പാപങ്ങൾ ബന്ധിക്കുകയും മോചിക്കുകയും ചെയ്തുകൊണ്ട് മനുഷ്യകുലത്തെ സമാധാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതുപോലെ തൻ്റെ ശിഷ്യന്മാരും അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിഷ്യന്മാർക്ക് ആ അധികാരം കർത്താവ് പകർന്നു കൊടുക്കുകയാണ്. അതാണ് ഇതിൻ്റെ ആദ്യ ഭാഗം. ഇനി ഈ വചനത്തിൻ്റെ രണ്ടാം ഭാഗമാകുന്ന രണ്ടാമത്തെ പ്രത്യക്ഷപ്പെടൽ മറ്റൊരു സാഹചര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാശ്ലീഹ ആ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തോമാശ്ലീഹായുടെ മറ്റു ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. തോമാശ്ലീഹായുടെ ആബ്സൻസിലാണ് ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ നടക്കുന്നത് എങ്കിൽ മറ്റു ശിഷ്യന്മാരുടെ സാക്ഷ്യം, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യം തോമാശ്ലീഹായെ കൂടുതൽ ദുഃഖിപ്പിക്കുകയാണ്. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുത് കാണുകയും അതിലെൻ്റെ വിരലിടുകയും ചെയ്യല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാഠ്യഭാവം പുലർത്തുന്ന തോമാശ്ലീഹായെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് തോമാശ്ലീഹായും ഈശോയുമായുള്ള ഒരു ആഴമേറിയ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാനില്ലാത്ത സമയത്ത് കർത്താവ് വന്നല്ലോ എന്നുള്ള തോമാശ്ലീഹായുടെ ഒരു വേദന, അത് ആ ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ, സഹോദര ബന്ധത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ തോമാശ്ലീഹ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, തോമാശ്ലീഹായുടെ ഈ സൗഹൃദം നമുക്ക് ഏറെ പ്രചോദനാത്മകമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഈശോയുമായി ഈ ഒരു സൗഹൃദം പുലർത്തുവാനായിട്ട് കഴിയണമെന്ന് തോമാശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി തോമാശ്ലീഹായുടെ ഈ മനസ്സറിയുന്ന തമ്പുരാൻ 8-ാം ദിവസം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെടുമ്പോൾ അപ്പോഴും പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സമാധാനം എന്നാണ്. അവിടെയും സമാധാനം വീണ്ടും ഊട്ടിയുറപ്പിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയ സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് തോമാശ്ലീഹായുടെ കർത്താവ് പറയുകയാണ്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ ദൈവാനുഭവമാണിത്. ഈശോയുമായുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ നിറവ് നമുക്ക് ദൈവാനുഭവത്തിൻ്റെ വഴിയാണ്. അല്ലെങ്കിൽ കൂടുതൽ ഈശോയുമായുള്ള അടുപ്പത്തിലേക്ക് വഴി നയിക്കുവാൻ, കർത്താവുമായുള്ള ഒരു ആഴമേറിയ ബന്ധം നിലനിർത്തുവാൻ നമുക്ക് ഒരു പൂർവ്വബന്ധം ആവശ്യമാണ്. ഉത്ഥിതനായ മിശിഹ എപ്പോഴും നമ്മോട് കൂടെ വരുന്നവനാണ്, നമ്മെ തേടി വരുന്നവനാണ്, നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് അടുത്തടുത്ത് വരുന്നവനാണ്. നമ്മൾ അകന്നു പോയാലും നമ്മളെ തേടി വരുന്നവനാണ് തമ്പുരാനെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ആ തേടി വരുന്നവനായ തമ്പുരാന്റെ സ്നേഹസമ്മാനമാണ് സമാധാനം എന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്രകാരം നമ്മുടെ അനുദിന ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം വീണ്ടെടുക്കുവാൻ കർത്താവ് നമ്മളെ തേടി വരുമ്പോൾ ആ തേടി വരുന്ന മിശിഹായോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ സന്തോഷത്തിൽ, അവിടുത്തെ സമാധാനത്തിൽ വിലയം പ്രാപിക്കുവാൻ കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. അപ്രകാരം ഈശോയുടെ സമാധാനത്തിൽ ജീവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഈ ലോകത്തിൽ വരെ എന്തെല്ലാം നേടിയാലും കർത്താവ് തരുന്ന സമാധാനം നമുക്കില്ലെങ്കിൽ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. യഥാർത്ഥ സമാധാനം ദൈവാശ്രയ ബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ലഭിക്കുന്നതാണ്. നമ്മുടെ യഥാർത്ഥ സമാധാനമായ മിശിഹായുടെ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുവാൻ
ആ സാന്നിധ്യം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. ഉചിതനായ മിശിഹായുടെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചത്തിന് കാരണമായി തീരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.